ആദായനികുതി വകുപ്പിൻ്റെ റെയ്ഡിനിടെ പ്രശസ്ത വ്യവസായിയും കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ റോയ് CJ ജീവനൊടുക്കിയതിൽ അന്വേഷണം കർണാടക പോലീസിൻ്റെ പ്രത്യേക സംഘത്തിന് കൈമാറി. ബംഗളൂരുവിലെ ബൗറിംഗ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബംഗളൂരുവിൽ തന്നെയാകും സംസ്കാരമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബംഗളൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയും തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ കർണാടക സർക്കാർ ഇതിനെ ഈ അന്വേഷണത്തെ ഗൗരവമായി കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് ദുരൂഹതകൾ ഈ മരണത്തിൽ ബാക്കിയാണ്. അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടു, അദ്ദേഹം സ്വയം വെടിവെച്ചു എന്നൊക്കെ വാർത്തകൾ വരുമ്പോഴും എന്തിന് ഡോക്ടർ റോയ് CJ പോലെ ഒരാൾ, പ്രത്യേകിച്ച് ആത്മവിശ്വാസമുള്ളൊരു ബിസിനസ് മാഗ്നറ്റ്, അതിനുപരി എത്രയോ പ്രതിസന്ധികളെ കർണാടകത്തിൽ തന്നെ മുത്തപ്പറായി പോലെയുള്ള ഏറ്റവും കർണാടകത്തെ ബാംഗ്ലൂർ നഗരത്തേക്ക് വിറപ്പിച്ച ആളുകളെ പോലും കുറേ കാലം ശത്രുവായി കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു റെയ്ഡ് വന്നു എന്ന് കരുതി, അല്ലെങ്കിൽ കുറച്ചു കാലം നീണ്ടുപോയ റെയ്ഡിൻ്റെ സമ്മർദ്ദത്തിൽ തോക്കെടുത്ത് വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്കൊന്നും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന എന്നെപ്പോലെയുള്ള ആളുകൾ എത്ര ആലോചിച്ചിട്ടും ഡോക്ടർ റോയ് എന്തിനത് ചെയ്യണം എന്നുള്ള വാക്കുകൾ എൻ്റെ തലച്ചോറിൽ ഇങ്ങനെ ഇടിമുഴങ്ങും പോലെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കാര്യം ഡോക്ടർ റോയ് വളരെ അപകടങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന എന്നെ തന്നെ ചിലപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ ജനിച്ചാൽ ഒരിക്കലും മരിക്കണം, ധൈര്യമായിട്ട് മരിക്കുക, ഭീരി ഒരുപാട് തവണ മരിക്കില്ലേ മാഷേ എന്ന് ചോദിക്കുന്ന ആളാണ് ഒരു തോക്കെടുത്ത് വെടിവെച്ച് സ്വയം മരിച്ചു എന്നൊക്കെ പറയുന്നത്. ആത്മഹത്യാ തിയറി ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. പറയൂ ശ്രീനാഥ് ചന്ദ്രൻ. ഗുഡ് മോർണിംഗ്. SKN, അവിശ്വസനീയമാണ് കാര്യങ്ങൾ. കാരണം ഡോക്ടർ റോയിയെ നമുക്കറിയാം, അത്രമേൽ ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ നേരിട്ട, ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ, അത് മാനം മുട്ട വളർത്താൻ കഴിഞ്ഞ ഒരു വ്യവസായി, ഒരു ഇൻകം ടാക്സിന്റെ ആദായനികുതി വകുപ്പിന്റെ ഒരു റെയ്ഡിനിടെ ചോദ്യം ചെയ്യലിന് പിന്നാലെ സ്വയം വെടിവെച്ചു ആത്മഹത്യ ചെയ്തു എന്നതാണ് അറിയുന്നത്. പക്ഷേ അങ്ങനെ അദ്ദേഹം ചെയ്യുമോ എന്നുള്ളതൊക്കെ വലിയ അവിശ്വസനീയമായി നമുക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഇന്നലെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ 3 ദിവസമായി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റിച്ച്മൗണ്ട് സർക്കിളിലുള്ള ഓഫീസിൽ കഴിഞ്ഞ 3 ദിവസമായി ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് എത്തിയത്. ഇന്നലെ അദ്ദേഹത്തെ നോട്ടീസ് നൽകി ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം എത്തിയത്. പിന്നീട് ഏതാണ്ട് 1 മണിക്കൂറോളം ഇവിടെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് നമ്മൾ അറിയുന്നത്. പിന്നീട് 3 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക്, ചേംബറിലേക്ക് പോകുന്നത്. ചില ഫയലുകൾ എടുക്കാൻ വേണ്ടി പോയി എന്നതാണ് പ്രാഥമികമായി അറിയുന്നത്. അങ്ങനെ അത് പറഞ്ഞു പോയ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളോട് തന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, തന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് മുറിയിൽ ഏതാണ്ട് 15 മിനിറ്റോളം അദ്ദേഹം 3 മണി മുതൽ 3:15 വരെ 15 മിനിറ്റോളം മുറിയിലായിരുന്നു എന്നതാണ് നമ്മൾ അറിയുന്നത്. പിന്നെയാണ് വെടിവെച്ച് കേൾക്കുന്നതും അകത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ കിടക്കുന്നത് കണ്ടു എന്നതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആത്മഹത്യ എന്നത് പ്രാഥമികമായ വിവരമാണ്, സൂചനയാണ്. ഏതായാലും ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതിനാണ് ഇന്നലെ തന്നെ ബാലിസ്റ്റിക് വിദഗ്ധരുടെ സംഘവും ഒപ്പം തന്നെ ഫോറൻസിക് സംഘവും ഒക്കെ പോലീസിന്റെ ഇവിടെ എത്തി പരിശോധന നടത്തുകയും തോക്കടക്കം കസ്റ്റഡിയിലെടുക്കുകയും അതിന്റെ പരിശോധന നടത്തുകയും ചെയ്തത്. ആ പരിശോധന ഫലം വന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, പ്രാഥമികമായി അങ്ങനെയാണെങ്കിലും ഒരു സ്ഥിരീകരണം അതിൽ പോലീസിന് ലഭിക്കൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മരണത്തിനുള്ള കാരണം എന്നതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തെ ഇത്രമേൽ സമ്മർദ്ദപ്പെടുത്താൻ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഒരു വലിയ തുക പിഴ വന്നാൽ പോലും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ കവച്ചുവെക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് മേൽ എന്ത് സമ്മർദ്ദമുണ്ടായി എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും സഹോദരനടക്കം ഈ കുടുംബത്തിന്റെ ഒരു പരാതി ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വലിയ സമ്മർദ്ദം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഒരു തരത്തിൽ അദ്ദേഹത്തെ വേട്ടയാടി എന്ന തരത്തിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ചില ഉദ്യോഗസ്ഥർ പേരെടുത്തു പോലും അവർ പറയുന്നുണ്ട്. അങ്ങനെ കുടുംബത്തിന്റെ പരാതി ആദായ നികുതി വകുപ്പിന് എതിരെയാണ്. അവർ ഉയർത്തിയ സമ്മർദ്ദം കൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ മൃതദേഹമുള്ളത് ബംഗളൂരുവിലെ ബോറിംഗ് ഹോസ്പിറ്റലാണ്, മോർച്ചറിയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും എന്നതറിയുന്നു. മറ്റു പരാതികൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു 5 അംഗ വിദഗ്ധ സംഘമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുക എന്നറിയുന്നു. അതിനുശേഷം ബംഗളൂരുവിലെ കോറമംഗലയിലുള്ള സഹോദരന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ പൊതുദർശനം ഉണ്ടാകും എന്ന് അറിയുന്നുണ്ട്. ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്കാരം നാളെ ആവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. SKN. ഓക്കെ ശ്രീനാഥ്, ശരിക്കും ഈ ദുബായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും മക്കളും എത്തിയെന്നാണ് വിവരം. അവരെവിടെയാണുള്ളത് ശരിക്കും? SKN, ഡോക്ടർ റോയിയുടെ ഭാര്യയും മകനും അടക്കമുള്ളവർ ദുബായിൽ നിന്ന് ഇന്ന് രാവിലെ 5 മണിയോടെ ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. അവർ സഹോദരന്റെ വീട്ടിലാണ് ഉള്ളത് എന്നത് അറിയുന്നു.
അപ്പോൾ സഹോദരൻ ഫുക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഒക്കെ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് അവരെത്തി. ഫുക്കറ്റിൽ നിന്ന് ഇന്നിപ്പോൾ രാവിലെ സഹോദരൻ കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് വന്നിട്ടുമുണ്ട്. ഏതായാലും അദ്ദേഹം കൂടി എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മറ്റു നടപടികളിലേക്കൊക്കെ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. ഇന്നിപ്പോൾ IT ഉദ്യോഗസ്ഥരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. മാത്രമല്ല റോയിയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയക്കും എന്നതും അറിയുന്നുണ്ട്. മൊബൈൽ ഫോണിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചേക്കും എന്നതാണ് അനുമാനം. അതുകൊണ്ട് ആ തരത്തിലുള്ള പരിശോധനകൾ കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. IT ഉദ്യോഗസ്ഥർ, ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ബംഗളൂരുവിൽ തന്നെ തുടരുകയാണ്. അവരുടെ മൊഴി പ്രധാനപ്പെട്ടതാണ്. ഒപ്പം കുടുംബത്തിന്റെ പരാതി അത് രേഖാമൂലം തന്നെ എഴുതി വാങ്ങും എന്നതും നമ്മൾ അറിയുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ രാത്രി കർണാടക ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നടക്കം കേന്ദ്ര സർക്കാരിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൂടി നൽകേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഒരു ഹൈ ലെവൽ അന്വേഷണം ഇപ്പോൾ DCPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഹൈ ലെവൽ അന്വേഷണം നടക്കും. ഈ ഒരു കെട്ടിടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് വെറും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആസ്ഥാനം മാത്രമല്ല, ഇത് സ്ലോവാക്ക് റിപ്പബ്ലിക് ഇൻ ബംഗളൂരു അതിന്റെ കോൺസുലർ ഓഫീസ് കൂടിയാണ്. അദ്ദേഹം ഒരു ഹോണററി കോൺസുലർ കൂടിയാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിന്റെ കൂടി ആ രാജ്യത്തിന്റെ ഒരു കോൺസുലേറ്റായി കൂടി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് ഇങ്ങനെ ഒരു വെടിവെപ്പ് നടക്കുകയും ആ രാജ്യത്തിന്റെ കൂടി ഒരു പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ആളുടെ മരണമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പലതരത്തിൽ ഈ ഒരു മരണത്തിന് പലതരത്തിൽ മാനങ്ങളുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരു പിഴവില്ലാതെ പോസ്റ്റ്മോർട്ടം അടക്കം നടപടികൾ അന്വേഷണത്തിൽ സത്യാവസ്ഥ പൂർണ്ണമായി തന്നെ പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള അന്വേഷണ സംഘത്തെ മാറ്റി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് കൈമാറാനുള്ള സാധ്യതയാണ്. ആ കാര്യത്തിലൊക്കെ സർക്കാർ ഇന്നൊരു തീരുമാനമെടുക്കും എന്നതും നമ്മൾ അറിയുന്നുണ്ട്. SK. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ റോയ് CJ മരണം ഒരുപാട് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഇൻകം ടാക്സ് അധികാരികളോ ED ഉദ്യോഗസ്ഥന്മാരോ ഒന്നും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം പോലെയുള്ള ശാസ്ത്രീയ നടപടികൾ ചെയ്താൽ മാത്രമേ, അതുപോലെ ഫോറൻസിക് പരിശോധന നടത്തി കഴിഞ്ഞാൽ മാത്രമേ പോലീസിനും വ്യക്തമായ ഒരു രൂപം കിട്ടൂ. എല്ലാവരും ഷോക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ഈ വിയോഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. എന്തിന് റോയ് ഇത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ എനിക്കൊക്കെ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. അദ്ദേഹവുമായി ഒരു 20 കൊല്ലത്തെ ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ ഡോക്ടർ റോയ് CJ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ എന്തിന് മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണം? ഇതിനേക്കാളും വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ പിടിച്ചു നിന്ന ഒരാൾ, ഈ വ്യവസായ ശൃംഖല കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരുപാട് യാതനകളും ഒക്കെ സഹിച്ചിട്ടുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിൻ്റെ പേരിൽ, ഇപ്പോൾ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ED റെയ്ഡിൻ്റെ പേരിൽ ഒരു മരണം എന്ന് പറയുന്ന വഴിയിലേക്ക് സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ അവിശ്വസനീയമാണ്. റോയ് CJ ഒരുപക്ഷെ ഇനി സമ്മർദ്ദത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഇനി ജീവിച്ചിരിക്കേണ്ട തൻ്റെ മാനം പോയി എന്നെങ്ങാണ് റോയ് ആലോചിച്ചിരിക്കുമോ എന്തറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.